ജൻ ബീറ്റയ്ക്ക് സ്വാഗതം. 2025 ഈ വർഷത്തെ പുതിയ തലമുറയാണ് ജനറേഷൻ ബീറ്റ. 2025 മുതൽ 2039 വരെ ഈ കാലയളവിൽ ജനിക്കുന്നവരെല്ലാം ജൻ ബീറ്റ എന്ന ഒരു പുതിയ തലമുറയിൽ പെടുന്നു. ഈ വർഷം മുതൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ തലമുറയിൽ പെടുന്നവരുമാണ്. ഈ തലമുറയിലെ ഭൂരിഭാഗ അംഗങ്ങളും 22ാം നൂറ്റാണ്ടിൽ നന്നായി ജീവിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സാമൂഹിക ഗവേഷകനും ഫ്യൂച്ചറിസ്റ്റുമായ മാർക്ക് മാക്രിൻഡിൽ അറിയിച്ച ഒരു കാര്യമാണ് ടെക്നോളജിയിൽ ജനിച്ചു വീഴുന്ന ജൻബീറ്റ 2035ഓടെ ലോക ജനസംഖ്യയുടെ 16% വളരെ വരും. ജൻബീറ്റയുടെ ഫാഷൻ എന്നാൽ സ്റ്റൈല് മാത്രമാകില്ല, ഫങ്ഷണൽ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്നതുമാവും. ഇവർ ജനിച്ചു വീഴുന്ന ടെക്നോളജിയിലേക്കാണ്. സാങ്കേതിക വിദ്യയുടെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം 21ാം നൂറ്റാണ്ടിലെ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹാരവും കാണുന്നുണ്ട്. ജനറേഷൻ ബീറ്റയുടെയും ഒരു പുതിയ പേരിടൽ കൺവെൻഷന്റെ തുടക്കം കുറിക്കുന്ന ജനറൽ ആൽഫിയെ പിന്തുടർന്നാണ് ഗ്രീക്ക് അക്ഷരമാലയിൽ നിന്ന് ജൻ ബീറ്റ എന്നൊരു പേര് സ്വീകരിച്ചിരിക്കുന്നത്. മാക്രിഡിനിൽ പറയുന്നതനുസരിച്ച് ഈ തലമുറകൾ സാങ്കേതികമായി സംയോജിത ലോകം രൂപപ്പെടുത്തുന്ന വ്യത്യസ്ത രീതിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ജനറേഷൻ ബീറ്റ വലിയ സാമൂഹിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു ലോകത്തിന്റെ അവകാശികളുമാവും. കാലാവസ്ഥ വ്യതിയാനം, ആഗോള ജനസംഖ്യാ വ്യതിയാനം, ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം എന്നിവ മുൻനിരയിൽ നിന്നും വളരുന്നവരായിരിക്കും ഇവർ. ഈ തലമുറയിൽ വളർത്തുന്നത് സഹസ്രാബ്ദവും പ്രായമുള്ളതുമായ ജൻസി മാതാപിതാക്കളാണ്. അവരിൽ പലരും അവരുടെ രക്ഷകർത്തൃത്വത്തിൽ പൊരുത്തപ്പെടുത്തൽ, സമത്വം, പാരിസ്ഥിതിക ബോധം എന്നിവയ്ക്ക് മുൻഗണനയും നൽകുന്നുണ്ട്. ജനന വർഷങ്ങളും നോൺ ഡിസ്ക്രിപ്റ്റീവ് ലേബലുകളും ഉപയോഗിച്ച തലമുറകളുടെ വിശകലനത്തിനായുള്ള ഒരു സാമൂഹിക സമീപനം കൂടുതൽ വസ്തുനിഷ്ഠമായ വിശകലനത്തിനും വ്യക്തിഗത ഐഡന്റിറ്റികൾ സൃഷ്ടിക്കലിനും കാരണമാവുന്നു. ഇതുപോലെ വർഷങ്ങൾക്ക് പ്രാധാന്യം വന്നതുപോലെ ജനറേഷൻ കൂടി നമുക്ക് നോക്കാം. ജനറേഷൻ ആൽഫ ഇത് 2010 മുതൽ 2024 വരെയും, ജനറേഷൻ ബീറ്റ 2025 മുതൽ 2039 വരെയും, ജനറേഷൻ ഗാമ 2040 മുതൽ 2054 വരെയും തുടങ്ങി വരാനിരിക്കുന്ന തലമുറകളിൽ ഈ പ്രവണത തുടരുമെന്നാണ് പഠനം പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് 15 വർഷത്തെ സമയപരിധി കൂടുതലും സമഗ്രമായ വിശകലനവും ആഗോള താരതമ്യം നടത്താൻ ഭാവിയിലെ വിശകലന വിദഗ്ധരെ പ്രാപ്തമാക്കുമെന്നാണ് പറയുന്നത്.